വിത്തുവിതയ്ക്കുന്നതിനൊരുവൻ വിത്തുമെടുത്തു പുറപ്പെട്ടു. വിത്തുകളിൽ ചിലതങ്ങിങ്ങ വഴിയോരങ്ങളിലും വീണു. വഴിയോരങ്ങളിൽ വീണവയെ പറവകൾ കൊത്തി തിന്നയ്യോ. വിത്തുകൾ പാറകളിൻ മുകളിൽ മണ്ണു കുറഞ്ഞൊരു ഭാഗത്തും. വീണവ വേഗം മുള പൊട്ടി. സൂര്യനുദിച്ചപ്പോഴേക്കും ആഴത്തിൽ വേരില്ലാതെ ആകെയുണങ്ങിപ്പോയി വേഗം. മുള്ളിനിടയിൽ വിത്തുകളിൽ വീണു ചിലതവ, എന്നാലോ മുള്ളുമുളച്ചു വളർന്നപ്പോൾ വിളവേകാതെ ഞെരുങ്ങിപ്പോ. ഈ നോമ്പ് കാലഘട്ടത്തിന്റെ പ്രഭാതവേളയിൽ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദവാക്യം മത്തായി 13-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. പുരുഷാരം വന്നുകൂടിയതുകൊണ്ട് ഒരു പടകിൽ കയറി ഇരുന്നാണ് യേശു അവരോട് പ്രസ്താവിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗത്ത് വരുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറിയ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് അത് നല്ല നിലത്തു വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ഈ ഉപമ കർത്താവ് പറഞ്ഞത് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഇതിന് വ്യാഖ്യാനവും കർത്താവ് തന്നെ നൽകിയിട്ടുണ്ട്. മത്തായി 13-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നുവെങ്കിലും വേരില്ലാതിരുന്നാൽ അവൻ ക്ഷണീകനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ഇത് ദൈവവചനത്തിന്റെയും ദൈവവചനം ഗ്രഹിക്കുന്നതിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ വിത്ത് വിതയ്ക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു, വിത്ത് ദൈവവചനം, മണ്ണ് വിവിധങ്ങളായ നമ്മുടെ ഹൃദയാവസ്ഥകളുമാണ്. ദൈവവചനം ശരിയായി ഗ്രഹിച്ചാൽ മാത്രമേ പാപലോകം പവിത്രമാക്കാൻ കാൽവരിയിൽ നമുക്കായി മുൾമുടി ചൂടി മരക്കുരിശിലേറിയ കർത്താവിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 100, 60, 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നതിനായി ദൈവവചനം ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. അതിനായി ഈ നോമ്പ് കാലഘട്ടത്തിൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മം ഗ്രഹിച്ച് സ്വർഗരാജ്യത്തിന് അനുരൂപരാകുവാനും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവങ്കിലേക്ക് തിരിയുവാനും നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
വചനത്താൽ പീഡാദുരിതം എന്നിവയേറിയിടും നേരം പിൻവാങ്ങുന്നതുപോലിടറി പോകുന്നു പരീക്ഷാനേരം. മുള്ളിനിടയിൽ വീണവയോ വചനം കേൾക്കുന്നവരെന്ന ക്ഷണനേരം സന്തോഷിക്കും, പിന്നെ തൻ മനസ്സിലുദിക്കും. ലൗകിക ചിന്തകൾ, ധനമോഹം, അതിനൂടെ വഞ്ചന, ഈ വകകൾ വചനത്തെ ഞെരുക്കുന്നേറെ നിഷ്ഫലമായതു പോകുന്നു. നല്ലൊരു മണ്ണിൽ വീണവയോ വചനം കേട്ടതു ഹൃദയത്തിൽ സംഗ്രഹമാക്കി ക്ഷമയോടെ നൽഫലമേകുന്നതുമത്രേ.